ഡിസംബർ 7 നടന്ന ജനറൽ അസംബ്ലിയിലാണ് എല്ലാ വർഷവും ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. ലഹരി മുക്ത ലോകം എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലഹരി എന്നത് ലോക ജനതയെ ബാധിക്കുന്ന ബഹുമുഖമായ വെല്ലുവിളിയാണ്. വ്യക്തിപരമായും സാമൂഹികമായും അതിസങ്കീർണമായി ബാധിക്കുന്ന ഈ പ്രശ്നത്തെ ശാസ്ത്രീയമായ രീതിയിൽ പ്രതിരോധിക്കുന്നതിനും ചികിത്സക്കുമാണ് മുൻതൂക്കം നൽകേണ്ടത്. ശാസ്ത്രം, അനുകമ്പ, ഐക്യദാർഢ്യം എന്നീ തത്വങ്ങൾ മുറുകെ പിടിച്ച് ലഹരി എന്ന വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാം. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്താം. ലഹരിക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിയെ ഞാൻ ക്ഷണിക്കുന്നു. ലഹരിക്കെതിരെയുള്ള പ്രമേയം അതിശക്തമായ ആസക്തി ജനിപ്പിക്കുന്നതും സാമാന്യ ബോധത്തിന്റെ നിയന്ത്രണങ്ങൾ തകർക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് മയക്കുമരുന്നുകൾ. ഇവ വിധേയത്വവും അടിമത്തവും ജനിപ്പിച്ച് ഉപയോഗിക്കുന്നവരെ മാനസിക രോഗിയാക്കി മാറ്റുന്നു. എല്ലാ പ്രായക്കാരിലും ലഹരി ഉപയോഗം അപകടകരമായ പരിണിത ഫലം ഉണ്ടാക്കുന്നു. എങ്കിലും കുട്ടികളിൽ ലഹരി ഉപയോഗം തലച്ചോറിനെ ബാധിച്ച് അടിമത്തത്തിന്റെ അപകട സാധ്യത കൂട്ടുന്നു. സമപ്രായക്കാരുടെ സമ്മർദ്ദം, കൗതുകം, പരീക്ഷണം, വൈകാരിക ആശ്വാസം, മാധ്യമങ്ങളുടെ സ്വാധീനം, മുതിർന്നവരെ അനുകരിക്കൽ, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗത്തിന്റെ കാരണങ്ങൾ. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ശരിയായ പ്രശ്ന പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ട യുവത്വം എന്നാൽ പുകയില, മയക്കുമരുന്ന് വ്യവസായികൾക്ക് ആജീവനാന്ത ലാഭമാണ്. അതുകൊണ്ട് തന്നെ ഇവർ കുട്ടികളെ ലക്ഷ്യമിടുന്നു. ഈ വസ്തുത മനസ്സിലാക്കിയില്ല എങ്കിൽ വരും തലമുറ മറ്റൊരു അപകടകരമായ നിലയില്ലാ കയത്തിൽ അകപ്പെടുമെന്നത് തീർച്ച. വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നം എന്ന നിലയിൽ സ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം എന്നും ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കും എന്നും ശരിയായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ലഹരിയിൽ നിന്നും സ്വയം അകന്നു നിൽക്കുവാൻ വേണ്ടുന്ന മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ഈ സഭ ആവശ്യപ്പെടുന്നു. പൊതുജന എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്ന പ്രമേയത്തിൽ ഞാൻ അനുകൂലിക്കുന്നു. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന് യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കും. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. And my students. Today, as you heard just before, we have gathered here to observe the day against drug abuse and youth trafficking. Before that, our first common assembly in the year 2024-25. As we mentioned something especially about our school activities in the common assemblies in the beginning. Unfortunately, as the climate was not much more okay for us to gather here like this, we hadn't have a meeting like this. And I'd like to let you know that
as we gather in small groups for each class, we have mentioned safety, our discipline, our language quality, especially our academics achievements are much more focused. Our chief minister, opposition leaders, and you had a pledge on the same. Today is a day against illicit that and the problem is this, it's a persuasive disease, I mean drug abuse. And the team behind it are actually focusing on the students especially. There will be camps nearby the schools. They are much more interested to give you small doses and you will be addicted. If it was a single problem based on you, the person are using, was not an issue, but it's not like that. It's a societal problem. It affects the family of the abusers. It affects the society and community he or she involves in. It affects the total environment where he lives and builds up his connections, his relationships. So that's why I just started with it's a possessive issue. So there is a mission under Kerala government, Vimukti, and we conduct a lot of programs under our mahals, under the schools, under many the auspices of different clubs and societal non-governmental organizations or governmental organizations. If anybody is addicted to, suppose there will be chain smokers, there will be drunkards, there will be drug abusers. If anybody is there is a mission Vimukti called Vimukti under Kerala government. We can treat them, not easily, it's a little risky, but it's possible. Otherwise, he will lose his family, he will lose his friends. It was not a problem for you and I, for the whole society, for the country, if it was losing only the life of that person. If A is a drug user and his life goes into the absolute pit, into the hell, nothing is to be worried. What he did, he just affected with that, nothing worried about that. But it affects the whole world around him. He loses his family. A parent, a father and mother loses their boy. It affects his wife, his family members, the lives around him. Really, what can I say? I can't even the word for that. It's a great issue for the society. If there is anybody, we are not sure that we are focused on some moral commitments, but we are not sure that nobody is using any kind of drugs in our school. I'm not sure. There may be chances for such students because the chain is much strong. And if you find out anybody in your friend circle, just let anybody know. Because we can treat them. You might have seen the film, I think D1D by Tom Thomas. Okay, what actually he was in and how he escaped. All those things are possible. And we see a lot of people. There was a student, there was a person who was in 10th or +1 standard in Palakkad district. You might have seen the video on YouTube, but only we just check video. He is a part of the Excise Commission nowadays. So we will be conducting some sessions. There was the visit of our Excise Commission last year, and they have promised us that they will be conducting a class, especially by the Ganesh Kumar sir, and they will be conducting a class for us. Anyway, if anybody uses this topic and have the remedial measures, they can treat it. And otherwise, never get into that trap. You will lose everything. If you lose your money, no problem. If you lose your siblings or parents or your friends, no problem. If you lose your health, you lose everything. We have a lot of money, but we are bedridden. We cannot walk. We cannot even have food. Then what should that?
So we must be aware of all those things. It affects our mental and physical health. So you must be much worried about it. And we have to make sure that we have to reaffirm that we are committed to a drug-free, to build up a drug-free society where we live in. And may God bless all of us. Thank you so much.